പ്രിയമുള്ളവരെ, കേരളത്തിൽ വീണ്ടും ഒരു ജാതി അധിക്ഷേപത്തിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവം ഉണ്ടായിരിക്കുകയാണ്. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ ജിതിൻ രാജ് എന്ന വിദ്യാർത്ഥി വളരെ സങ്കടകരമായ രീതിയിൽ നമ്മിൽ നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ ആവർത്തിച്ച് ക്യാമ്പസുകളിൽ ഉണ്ടാകുന്ന ഈ ഒരു ദുരന്തങ്ങൾ എന്തുകൊണ്ടാണ് നിരന്തരം നമ്മളുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യയിലെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ജാതി ശ്രേണി രൂപം, അത് ആളുകളുടെ മനസ്സിൽ നിന്ന് വിദ്യാഭ്യാസം കൊണ്ടോ സംസ്കാരം എന്ന് നമ്മൾ വിളിക്കുന്ന, അല്ലെങ്കിൽ ആധുനികത എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന കുറേയൊക്കെ കാര്യങ്ങൾ കൊണ്ടോ മാറ്റി നിർത്താൻ സാധിക്കാത്ത വിധം ഈ ജാതി അടരുകൾ പ്രത്യേകിച്ചും ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ വളരെ ആഴത്തിൽ വേരൂന്നിയതിൻ്റെ തുടർ പ്രതിഫലനങ്ങളാണ് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഇതിൽ നിന്ന് നമ്മുടെ കുട്ടികൾക്കും വളർന്നു വരുന്ന തലമുറയ്ക്കും കുതറി മാറാൻ സാധിക്കും, ഇതിനെ പ്രതിരോധിച്ചു നിൽക്കാൻ സാധിക്കും എന്നിടത്ത് മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും ആലോചിക്കാനും കഴിയുകയുള്ളൂ. ഒന്നിപ്പോൾ ഈ വിദ്യാർത്ഥി മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. അപ്പോൾ കുറേ അധികം പാഠഭാഗങ്ങൾ പഠിച്ചല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് കുറച്ചൊക്കെ ഒരു മികച്ചു നിൽക്കുന്ന വിദ്യാർത്ഥി കൂടി ആയിരിക്കുമല്ലോ ചെറുപ്പം മുതൽ തന്നെ. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഈ സാമൂഹ്യ ബോധം, പ്രത്യേകിച്ചും ആ കുട്ടി പ്രതിനിധാനം ചെയ്യുന്ന സാമുദായിക സംവിധാനങ്ങൾക്കുള്ളിൽ തന്നെ പ്രതിരോധിക്കാനും തനിക്ക് ശക്തി പകരാനും എന്തെല്ലാം ശ്രമങ്ങളാണ് ഇന്ത്യയിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ചൊരു ബോധം. രോഹിത് വെമുല അടക്കമുള്ള ആളുകൾ മരണപ്പെട്ട സാഹചര്യത്തിലുണ്ടായ, ഇന്ത്യയിലുടനീളം ഉണ്ടായ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളും മുഴുവൻ കമ്മ്യൂണിറ്റികളിൽ നിന്നും ഇത്തരം സാഹചര്യങ്ങളിൽ ഇത്തരം കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സപ്പോർട്ടും, ഇതിനെക്കുറിച്ചൊക്കെ ഒരു പ്രാഥമിക ബോധം ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് ഒന്ന് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ നമ്മുടെ കുട്ടികൾ പലപ്പോഴും ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഈ ഒരു വിദ്യാഭ്യാസം അവർക്ക് നൽകുക എന്നത് സാമുദായികമായി ഇനിയും ദളിത് സംഘടനകളിൽ നിന്നൊക്കെ വലിയ കൂടുതലായി ഉണ്ടാവേണ്ട ഒരു സാഹചര്യമാണ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. രണ്ടാമത്തത്, ഈ ഒരു ഉയർന്ന തലത്തിൽ ഉള്ള ആളുകൾക്കിടയിൽ പോലും ഈ ജാതീയതയും ഈ സാമുദായിക വർഗീയ ബോധവും എടുത്തു മാറ്റാൻ പറ്റാത്ത വിധം അത് ഗ്രസിച്ചിരിക്കുന്ന ദുരന്തപൂർണമായ സാഹചര്യങ്ങളെ നമ്മൾ അവജ്ഞയോടുകൂടി തള്ളിക്കളയുകയും അതിനൊന്നും ഒരു വിദ്യാഭ്യാസം കൊണ്ടോ ഒരു ബോധവൽക്കരണം കൊണ്ടോ മാറ്റിയെടുക്കാവുന്ന കാര്യമാണ് എനിക്ക് തോന്നുന്നില്ല. അതിന് ഭയപ്പെടുത്തൽ കൊണ്ട്, അതായത് നിയമപരമായ ഭയപ്പെടുത്തലുകൾ കൊണ്ട്. ഇപ്പൊ ഇവിടെ തന്നെ ഈ കുട്ടിയെ അധിക്ഷേപിച്ചു എന്ന് പറയുന്ന അധ്യാപകന് ഒരു സസ്പെൻഷൻ ഓർഡർ ഇറങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഒരു സസ്പെൻഷൻ കൊണ്ടോ അത്തരം ചെറിയ ഭയപ്പെടുത്തലുകൾ കൊണ്ടൊന്നും ഇത് അടങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. സത്യസന്ധമായി കുട്ടി ഒരു ജീവിതം അവസാനിപ്പിക്കുക എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് ഒരു കുട്ടി മാറുക എന്ന് പറയുമ്പോൾ ഇനി തൻ്റെ മുമ്പിൽ മറ്റൊരു വഴിയുമില്ല, തനിക്ക് ഈ ഒരു കൃത്രിമ ലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് കരുതുന്നിടത്ത് മാത്രമാണ് ഒരു കുട്ടി ജീവിതം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. മറ്റു വഴികളൊന്നുമില്ല എന്ന് തോന്നുമ്പോൾ മാത്രം, ഇയാളുടെ മുമ്പിൽ എനിക്ക് ഒരു രക്ഷയുമില്ല, ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്നിടത്താണല്ലോ ഒരാൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പം അത്തരം സാഹചര്യത്തിലേക്ക് വഴിമരുന്നിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ അധ്യാപകന് കൃത്യമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഗവൺമെൻറ് സംവിധാനം തയ്യാറാകണം. അവിടെയാണ് നമ്മുടെ വളർന്നു വരുന്ന ഭാവി തലമുറക്ക് ഇപ്പോൾ എത്രയോ IIT-കളിൽ നിന്ന് കേൾക്കുന്നു, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കേൾക്കുന്നു. ഹൈദരാബാദിൽ ഒരിക്കലും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സിന് പോയ സമയത്ത് അവിടെ ഇൻക്ലൂസീവ്നെസ്സിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ വന്ന 10-60 വയസ്സുള്ള പ്രൊഫസർ പോലും പറഞ്ഞു, ഞാനൊരു HOD ആണ്, ഞാനൊരു ഉയർന്ന തസ്തികയിൽ ഇരിക്കുന്നയാളാണ്, പക്ഷെ എന്നിട്ട് പോലും എൻ്റെ സമുദായം ജാതി ശ്രേണികളിൽ അടരുകളിൽ താഴ്ന്നു നിൽക്കുന്ന സമുദായമായതുകൊണ്ട് തന്നെ എനിക്കിപ്പോഴും ജാതീയമായ വേർതിരിവുകൾ അനുഭവപ്പെടുന്നുണ്ട്. ഇത്ര ഉയർന്ന പദവിയിൽ ഞാൻ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പോലും എന്നെ സംബന്ധിച്ച് ഞാൻ ഇതിൽ നിന്ന് മുക്തമല്ല എന്ന് പറയുന്ന ഒരു അനുഭവം ഓർത്തു പോവുകയാണ്. അപ്പം ഇത് തുടരാൻ പാടില്ലാത്ത വിധം ഇത് നിർത്തലാക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും, ഒരു സംവിധാനങ്ങളും ഗൗരവമായി ആലോചിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.